നിങ്ങൾക്ക് ജനകീയ വിചാരണ ചെയ്യാമെന്ന് ഞാൻ ഈ പറഞ്ഞ തെറ്റാണെങ്കിൽ ജനകീയ വിചാരണ ഞാൻ കോഴിക്കോട് വന്നിട്ട് കല്ലെറിഞ്ഞുവല്ല ഞാനീ പറഞ്ഞ പഠിക്ക്. എന്റെ 2019 നടന്ന ഈ കുഫ്ർ പണ്ഡിതന്മാരെ നിങ്ങൾ ഇതുവരെ അറിയാഞ്ഞേ? എന്താ ഇതിനെതിരെ നിങ്ങൾ തീരുമാനം എടുക്കാഞ്ഞേ? മഹമ്മൂദ് കൂരി ഹുദവി, അതായത് ദാറുൽ ഹുദയുടെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റാണ് അദ്ദേഹം. ഞാൻ ഈ സ്ഥാപനം വേണ്ടെന്ന് പറയല്ല, പക്ഷെ ആ സ്ഥാപനം വഴിവിട്ടു പോയിട്ടുണ്ട്. ദയവായി ഉസ്താദുമാരെ കാല് പിടിക്കുകയാണ്, നിങ്ങൾ പുനഃപരിശോധിക്കണം, ഇല്ലെങ്കിൽ സമുദായം നശിച്ചു. ഇപ്പോഴും സമയമുണ്ട്. ഇന്നലെ ഇവിടെ ഇരുന്ന ഒരാൾ കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്റെ കുട്ടിയെ ദാറുദയിലാക്കണം, എന്താ വേണ്ട ഉസ്താദേ, അയച്ചോളി, നമ്മളെ സ്ഥാപനമാണ്, നമ്മളെ സ്ഥാപനം തന്നെയാണ്, പക്ഷെ നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സമസ്തയുടെ കീഴ്ഘടകമാണത്. ആ സ്ഥാപനത്തിന്റെ പിന്നെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അവര് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഹുദവിയാണ് ആര്? മഹമ്മൂദ് കൂരി ഹുദവി. ഈ കുട്ടി, ഈ ചെറുപ്പക്കാരൻ 2019 അദ്ദേഹം DC ബുക്സിന് ഈ കോഴിക്കോട് നടത്തിയ ആഭിമുഖ്യത്തിൽ പറഞ്ഞത് ഖുർആന്റെ നിയമം ഒന്നും ഇസ്ലാമിന്റെ നിയമം വേറൊന്നുമാണ് എന്നാണ്. അതായത് ഖുർആനിന്റെ നിയമമല്ല ഇസ്ലാമിന്റെ നിയമം എന്നാണ്. ഇങ്ങനെ ഒരു വാക്ക് ശരിയാ MES പറഞ്ഞിട്ടില്ല, കേരള നദ്വത്തുൽ മുജാഹിദീൻ പറഞ്ഞിട്ടില്ല, ISM പറഞ്ഞിട്ടില്ല, ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിട്ടില്ല, സമസ്തയും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളെ കുട്ടികൾ പതാ പറയുന്നത്. നിങ്ങൾക്ക് ജനകീയ വിചാരണ ചെയ്യാമെന്ന് ഞാൻ ഈ പറഞ്ഞ തെറ്റാണെങ്കിൽ ജനകീയ വിചാരണ ഞാൻ കോഴിക്കോട് വന്നിട്ട് കല്ലെറിഞ്ഞുവല്ല ഞാനീ പറഞ്ഞ പഠിക്ക്. എന്റെ 2019 നടന്ന ഈ കുഫ്ർ പണ്ഡിതന്മാരെ നിങ്ങൾ ഇതുവരെ അറിയാഞ്ഞേ? എന്താ ഇതിനെതിരെ നിങ്ങൾ തീരുമാനം എടുക്കാഞ്ഞേ? ഖുർആന്റെ നിയമം ഒന്നും ഇസ്ലാമിന്റെ നിയമം വേറൊന്നുമാണ്. രണ്ട്, അതേ സമ്മേളനത്തിൽ ആ കുട്ടി പറയുന്നുണ്ട്, ഡൂൾ ന്യൂസിന് വേറെ, അതേ വർഷം ഡൂൾ ന്യൂസിന് വേറെ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് അദ്ദേഹം. ഇതിൽ രണ്ടിലുമായി അദ്ദേഹം പറയുന്നുണ്ട്, ഇസ്ലാമിക നിയമങ്ങൾ സ്ത്രീകൾക്കെതിരാണ്, അത് പുരുഷ കേന്ദ്രീകൃതമാണ്. കാരണം ആദ്യത്തെ മദ്ഹബുകൾ കൊണ്ടുവന്നവരെല്ലാം പുരുഷന്മാരായതുകൊണ്ട് പുരുഷന്മാരെ അനുകൂലിച്ച് മാത്രമാണ് ഇസ്ലാമിക ശരിയാ നിയമം വന്നിട്ടുള്ളത്. ഇതിനെന്താ പറയാ? ഇല്ലെങ്കിൽ നിങ്ങൾ കല്ലെറി. ഇതാണ് ദാറുൽ ഹുദയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് മഹമ്മൂദ് കൂരി. 2019 അതിനുശേഷം ഈ വ്യക്തിയെ ദാറുൽ ഹുദ എത്ര വട്ടം സ്വീകരണം കൊടുത്തു? ഈ വ്യക്തിയെ നിങ്ങൾ പഠിക്കുക, ഇല്ലെങ്കിൽ എന്നെ ജനകീയ വിചാരണ ചെയ്യാം. ഇസ്ലാമിന്റെ നിയമം ഒന്ന്, ശരീഅത്ത് നിയമം വേറൊന്ന്, ഖുർആന്റെ നിയമം ഒന്ന്, ഇസ്ലാമിന്റെ നിയമം വേറൊന്ന്. രണ്ട്, ഇസ്ലാം വേറെ, ശരീഅത്ത് വേറെ. ശരീഅത്ത് നിയമങ്ങൾ വരുന്നത് ഇസ്ലാമിനും 200 കൊല്ലങ്ങൾക്ക് ശേഷമാണ്. ശരീഅത്തിനെ കുറിച്ച് പൊതുവെയുള്ള ഒരുപാട് തെറ്റായ ധാരണകളുണ്ട്. ഒന്ന്, അതെന്ന് വെച്ചാൽ ഒരിക്കലും മാറ്റാൻ പറ്റാത്തതാണ്. ഇപ്പോൾ ഈ അടുത്തൊക്കെ ഉണ്ടായ ഒരുപാട് ഡിബേറ്റുകളിലൊക്കെ ഇപ്പോൾ മുത്തലാഖിൻ്റെ ഒക്കെ വിഷയം വരുമ്പോൾ അത് ഒരു ചെറിയ മാറ്റം ഉണ്ടാകുന്നത് തന്നെ ഒരു രാജ്യം മുഴുവൻ കോടിക്കണക്കിന് ആൾക്കാർ ഒന്നായിട്ട് അതിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റമായിട്ടാണ് മുസ്ലിം പണ്ഡിതന്മാരും അതുപോലെ മറ്റുള്ള രാഷ്ട്രീയക്കാരും അതിനെ കാണുന്നത്. ഇസ്ലാമിൻ്റെ ആവിർഭാവം കഴിഞ്ഞ് ചുരുങ്ങിയത് ഒരു 200 വർഷമെങ്കിലും കഴിഞ്ഞിട്ടാണ് ഇസ്ലാമിക നിയമങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോൾ ഒരു 200 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. ഖുർആൻ പറയുന്ന നിയമങ്ങളും ഇസ്ലാമിക നിയമമായിട്ട് രൂപപ്പെടുന്നതും തമ്മിൽ ചുരുങ്ങിയ ഒരു 200 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു 200 ഇസ്ലാമിന്റെ പഴക്കം ഇസ്ലാമിക നിയമങ്ങൾക്കില്ല. ഇല്ല, അത് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് ഖുർആനിൽ, അപ്പോൾ ഖുർആൻ ഒരിക്കലും ഒരു നിയമപുസ്തകമല്ല. ഖുർആന്റെ നിയമങ്ങൾ ഒന്നാണ്, ഇസ്ലാമിക നിയമം വേറെ ഒന്നാണ്. അതെന്ന് വെച്ചാൽ ആ ഒരു ഇതിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇസ്ലാമിക നിയമമായിട്ട് രൂപപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് പുരുഷന്മാരാണ് ആദ്യകാലത്തെ വലിയ പണ്ഡിതന്മാർ, ഒരുപാട് ആൾക്കാർ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവർ ഉണ്ടാക്കിയ ഒരു ഇസ്ലാമിക നിയമം, അത് ശരീഅത്തിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു നിയമമാണ്. എങ്ങനെയുണ്ട്?
ഇത് ഈ കാലം വരെ പറഞ്ഞൊരു വഹാബിയെ കേരളത്തിൽ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ എന്താ കേൾക്കണേ? നിങ്ങളവിടെ എന്താ ഞാൻ പറയണേ? നിങ്ങൾക്കിത് മനസ്സിലായോ? അതായത് ഇസ്ലാം അല്യോമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറഞ്ഞു വന്നതിന് ശേഷമാണ് കഴിഞ്ഞിട്ട് 200 കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? ഇസ്ലാമിൻ്റെ ലോസ് നിയമങ്ങൾ വരുന്നത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ആങ്കർ ചോദിക്കുന്നുണ്ട് അയാളോട്, അപ്പോൾ ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്ക് ഇസ്ലാമിൻ്റെ പഴക്കം ഇല്ല അല്ലേ? അപ്പോൾ ഉടനെ മറുപടി ഇല്ല. ഒന്നും കൂടി മനസ്സിലായില്ല. ഇസ്ലാം വന്നിട്ട് 200 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ വന്നത്. അപ്പോൾ ആങ്കർ ചോദിക്കാണ് ഇയാളോട്, എന്ത്? അപ്പോൾ ഇസ്ലാമിന്റെ പഴക്കം ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് ഇല്ല അല്ലേ? ഉടനെ മറുപടി ഇല്ല. പെണ്ണുങ്ങൾക്ക് അനീതി ചെയ്തുകൊണ്ടാണ് ഇസ്ലാമിക ശരിയ വന്നത്. കാരണം ശരീഅത്തിനെ നിയമങ്ങളായി ക്രോഡീകരിക്കുന്നതിൽ മുന്നിൽ നിന്ന് ക്രോഡീകരിക്കപ്പെട്ടു എന്നല്ലേ ഉള്ളൂ. നിയമം ആരെ കാലത്തുണ്ട്? മുത്തുനബിയുടെ കാലത്തില്ലേ? സിദ്ദീഖുൽ അക്ബർ നിയമം അനുസരിച്ച് പറ. അതൊരു സ്കൂൾ ഓഫ് ഒരു മദ്ഹബാക്കി എന്നല്ലേ ഉള്ളൂ. ആര് പറ? മാലിക് ആയാലും അബു ഹനീഫ ആയാലും നിയമങ്ങൾ ഒരു വ്യവസ്ഥാപിതമായ ഗ്രന്ഥത്തിലും ചട്ടക്കൂടിലും ആക്കി എന്നല്ലേ ഉള്ളൂ. നിയമങ്ങൾ നബിയുടെ കാലത്തുണ്ട്. ആരുടെ കാലത്തുണ്ട്? പറ. സിദ്ദീഖ് ഖുലഫാഉർ റാഷിദീന്റെ കാലത്ത് മൊത്തമുണ്ട്. എന്നാൽ ഇസ്ലാം വന്നിട്ട് നിങ്ങളത് പരിശോധിക്കണം. ഇന്ന് പരിശോധിക്കും. 200 കൊല്ലം കഴിഞ്ഞാണ് ഇസ്ലാമിക നിയമങ്ങൾ വന്നത്. ഒന്ന്. അപ്പോൾ ആങ്കർ ചോദിക്കുന്നു, അപ്പോൾ ഇസ്ലാമിന്റെ പഴക്കം ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് ഇല്ല അല്ലേ? ഇല്ല. ഇത് ഇസ്ലാമോ കുഫ്റോ? ഇതിനെന്താ പറയാ? ഇത് കുഫ്ർ അല്ലെങ്കിൽ പിന്നെ ഇതെന്താ? എന്തെങ്കിലും അറിയാതെ പോയത്? നിങ്ങൾ ഇനി എല്ലാവരും കൂടെ ഇന്നെ വിചാരണയും കോഴിക്കോട് യോഗം കൂടി പിടിച്ചാൽ നിങ്ങൾ ഇന്ന വിചാരണയോളി, നിങ്ങൾ ഇന്ന വഷളാക്കിക്കോളി. എനിക്കുറപ്പാ എന്റെ റബ്ബ് കബൂലാക്കും. എന്റെ റബ്ബിന് വേണ്ടിയല്ലാതെ ഞാൻ നിങ്ങളെ ചീത്ത കേട്ടിട്ടില്ല, കേൾക്കൂല. ഇന്ന ജനം ചീത്ത പറഞ്ഞത് ഒന്നിന്റെ പേരിലല്ല, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം. കഴിഞ്ഞില്ല. പിന്നെ അയാൾ പറയാണ് എന്ത്? അപ്പോൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ പുരുഷ കേന്ദ്രീകൃതമായി. ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ പെൺകുട്ടി ആയിരിക്കാം. സദസ്സെന്നിട്ട് അയാളെ കൗണ്ടർ ചെയ്തു. അങ്ങനെ പറയരുത്. ഈ ഹുദബിയോട് അതും അതിൽ കാണും. ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ ആ പെൺകുട്ടിയുടെ ആ ബ്രൈറ്റ്നെസ് ഒക്കെ കണ്ടാൽ തോന്നും നമ്മൾ നാടൻ പെണ്ണല്ല. മനസ്സിലായില്ലേ? ആ പെൺകുട്ടിയുടെ 2019 നടന്നൊരു സംഭവം. അപ്പം ഈ പെൺകുട്ടി പറയാണ്, അങ്ങനെ പറയരുത്, ഇസ്ലാമിക നിയമങ്ങൾ പുരുഷ കേന്ദ്രീകൃതം എന്ന് പറയാൻ പാടില്ല. കൗണ്ടർ ചെയ്യുന്ന പെണ്ണ. കാരണം കൂടുതൽ ഉത്തരവാദിത്വവും ബാധ്യതയും ഉള്ളത് പുരുഷനായതുകൊണ്ടാണല്ലോ. കൂടുതൽ സമ്പത്തും സൗകര്യവും അധികാരവും ആർക്ക് കൊടുത്തത്? പുരുഷന് കൊടുത്തത്. പെണ്ണിന് അത്ര ഉത്തരവാദിത്വമില്ല, ബാധ്യതയുമില്ല. പെണ്ണിൻ്റെത് എപ്പോഴും പെണ്ണിൻ്റെ കയ്യിൽ തന്നെ ബാക്കിയൊക്കെ. അപ്പോൾ ഒരു ബാലൻസ് സൊസൈറ്റിയിൽ ഉണ്ടാക്കലാണ്. ഇല്ലെങ്കിൽ പറ്റ തകർന്നു പോകും പുരുഷൻ. കാരണം പെണ്ണിന് വേണ്ടി ചെലവാക്കേണ്ടത് ആരാണ്? പുരുഷനാണല്ലോ. അപ്പൊ സൊസൈറ്റിയിലെ ബാലൻസ് പറ്റ നഷ്ടപ്പെടും എന്നത് കൊണ്ടാണല്ലോ അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് ഇസ്ലാമിക ശരീഅത്തിനെ അതിൻ്റെ പേരിൽ നിങ്ങൾ ആക്ഷേപിക്കരുതെന്ന് ഹുദബിയോട് കൗണ്ടർ ചെയ്യുന്നത് ആരാ? ഒരു സാധു പെൺകുട്ടി, ഒരു 18-20 വയസ്സ്, അത്രയാ കുട്ടിക്കുള്ളൂ. അപ്പോഴും ഇയാൾ കൗണ്ടർ ചെയ്യും, അല്ല ശരിയല്ല. എന്നിട്ട് അയാൾ അവിടെ ഉദ്ധരിക്കുന്നത്, അയാൾ പറയുന്നത്, നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ഫാത്തിമ വദൂദിനെ കണ്ടുപിടിക്കുക. ഫാത്തിമ വദൂദിനെ കണ്ടു. ഫാത്തിമ വദൂദ് എന്നല്ലേ അവരുടെ പേര്? ആമിന വദൂദ്. അതെ, സോറി, ആമിന വദൂദിനെ കണ്ടു. ഇതാണ് ആമിന വദൂദ്. ഈ പെൺകുട്ടിയോട് മറുപടി പറയാൻ വേണ്ടി ഹുദവി ഉടനെ തന്നെ ഉദാഹരിക്കുന്നത്, നിങ്ങൾ ആമിന വദൂദിന്റെ പുസ്തകം വായിക്കുക, പ്രഭാഷണങ്ങൾ കേൾക്കുന്ന. ആരാ ആമിന വദൂദ്? ആമിന വദൂദ്, ദ ഫസ്റ്റ് അമേരിക്കൻ വുമൺ ഇമാം. അമേരിക്കയിൽ ആണുങ്ങളെ ബാക്കിൽ നിർത്തി ഇമാം നിസ്കരിച്ച ആദ്യത്തെ ആളാണ് ആര്? ആമിന വദൂദ്. നിങ്ങൾ എന്നോട് കയർക്കല്ല വേണ്ടത്, നിങ്ങൾ ആമിന വദൂദിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കണം.
ഇതാരല്ല പറയുന്നത്, ഇത് ഏത് ISMകാരനാണെങ്കിൽ നമുക്ക് പറയാം ഒരു പണ്ടേ അങ്ങനെയല്ലേ. ഏതെങ്കിലും ഒരു ISMകാരനോ KNMകാരനോ ഒരു മൗലവി ഇക്കാലം വരെ ഇസ്ലാമിക നിയമങ്ങൾ പുരുഷ കേന്ദ്രീകൃതമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എവിടെ എത്തി നമ്മൾ? പിന്നെ അയാൾ ഉദ്ധരിക്കുന്നത് എന്താ പറയാ, പിന്നെ അതേപോലെയുള്ള ചില സ്ത്രീകളെയാണ്. എന്താ പറയാ, ഒരു നർഗീസിന് എന്നൊരു സ്ത്രീ ഉണ്ടല്ലോ, മൊറോക്കക്കാരി, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതാണ് ആ പ്രോഗ്രാം. ദൂൾ ന്യൂസിന് അദ്ദേഹം കൊടുത്ത അഭിമുഖം, ഇസ്ലാമും ശരിയാത്തും ഏകശിലാത്മകമായ ഒന്നല്ല. പിന്നെ എന്തിനാ MS പുറത്താക്കിയ? ഏകശിലാത്മകമായ ഒന്നല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊട്ടിക്കാൻ പറ്റാത്തൊരു പാറയല്ല. അതായത് എപ്പോഴും അതിനെ മാറ്റിത്തിരുത്താം. ഇതാരാ പറയുന്നത്? ദാറുൽ ഹുദയുടെ പ്രധാന മെയിൻ പ്രൊഡക്റ്റ് ബാക്കിയുള്ള കുട്ടികൾക്ക് കൂലിയാകാൻ പഠിക്കുക. എങ്ങനെയെങ്കിലും അവരൊക്കെ 25 ദ്വാരക്ക പഠിച്ചോനെ ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് കൂലിയാക്കി കൊണ്ടാണ്. കാരണം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അത്രയും വലിയ സ്വീകാര്യതയാണ് ഈ വ്യക്തിക്ക്. ചിന്തിക്ക്, ഇസ്ലാമും ശരീഅത്തും ഏകശിലാത്മകമായ ഒന്നല്ല. എന്താ അർത്ഥം? അതായത് ഒരു പൊട്ടിക്കാൻ പറ്റാത്ത പാറയല്ല. പല പീസൊക്കെ ആക്കാം, അവിടേക്ക് മാറ്റം തിരുത്തൊക്കെ ചെയ്യാ. മാറ്റി തിരുത്തണം. ഒരു മാറ്റി തിരുത്തിയോ? MESകാർ മാറ്റി തിരുത്തിയോ? ഇല്ല. ഇസ്ലാമിക ശരീഅത്ത് മാറ്റി തിരുത്തപ്പെടേണ്ടതാണ് എന്ന് വാദിച്ചതിനാണ് നമ്മൾ ആരെ പുറത്താക്കിയത്? MESനെ. ഇപ്പൊ നമ്മളെ കുട്ടികളാണ് വാദിക്കുന്നത് എന്ത്? ഇസ്ലാമിക ശരീഅത്തല്ല, ഇസ്ലാമും ശരീഅത്തും ഏകശിലാത്മകമായ ഒന്നല്ല. അപ്പൊ ശരീഅത്തും വേണമെങ്കിൽ പൊളിക്കാം, ഇസ്ലാമിക ശരീഅത്തിനല്ല. ഇസ്ലാമും ശരീഅത്തും ഏകശിലാത്മകമായ ഒന്നല്ല. അപ്പൊ ശരീഅത്തും മാറ്റാം, വേണമെങ്കിൽ ഇസ്ലാമിനെയും മാറ്റാം. ദൂൾ ന്യൂസിന് 2019 കൊടുത്ത അഭിമുഖം. നമ്മുടെ ഒരു ബഹുമാനപ്പെട്ട വിദ്യാർത്ഥി. എന്തേ ഇതുവരെ കേരളത്തിൽ പണ്ഡിതന്മാർ ചർച്ചയാക്കാഞ്ഞു? ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ എവിടെയാ? അമേരിക്കയിലോ? എന്തെങ്കിലും പറ്റിയത്? അതായത് ഇവരൊക്കെ താങ്ങാൻ ഇവിടെ പൊളിറ്റീഷ്യന്മാർ ഉള്ളത് കൊണ്ട് പൊളിറ്റീഷ്യന്മാരെ പിണക്കാൻ പണ്ഡിതന്മാർ തയ്യാറല്ല. വേറൊരു അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്, ചരിത്രങ്ങൾ പുരുഷ കേന്ദ്രീകൃതമായി എഴുതുന്ന രീതിക്ക് മാറ്റം വരേണ്ട കാലം അതിക്രമിച്ചു. അപ്പൊ ഇതുവരെ നമ്മളെ ചരിത്രം, ഇസ്ലാമിക ചരിത്രമെല്ലാം എഴുതി വന്നത് ഏത് രീതിയിലാണ്? പുരുഷ കേന്ദ്രീകൃതം. അത് മാറ്റി തിരുത്തണം. വേറൊന്ന്, ഒരു നിയമമല്ല, ലോക ചരിത്രത്തിലെ പല ജനതയാണ് ഇസ്ലാം. എങ്ങനെയുണ്ട്? ഞാൻ വിശദീകരിക്കുന്നില്ല. ശരി, അങ്ങനെ ഒരു കുട്ടി 2019 ഇതൊക്കെ വിട്ടത്. അദ്ദേഹത്തിന് ഈ 2019 ശേഷം ഇതുവരെയും അദ്ദേഹത്തിന് ദാറുൽ ഹുദ കൊടുത്തുക അഭിനന്ദനങ്ങൾക്ക് കയ്യും കണക്കുമില്ല. കയ്യും കണക്കില്ല അത് കൊടുത്ത അഭിനന്ദനങ്ങൾക്ക്. ഹാദിയയുടെ വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. മഹ്മൂദ് ഹുദവി കുരിയ വിൻസ് ഇൻഫോസിസ് പ്രൈസ് വർത്ത് 84 lakhs. 84 ലക്ഷത്തോളം ഉള്ള വലിയ ഒരു അവാർഡിന് മഹ്മൂദ് ഹുദവി കുരിയ അർഹനായി. റെനൗണ്ട് ഹിസ്റ്റോറിയൻ ആൻഡ് പ്രശസ്തനായ ഹിസ്റ്റോറിയൻ, ചരിത്രകാരൻ ആൻഡ് ദാറുൽ ഹുദ അലുമിനസ് Mahmoud Hudawi Kuria has been awarded the prestigious 2024 Infosys Prize in the Humanities and Social Sciences. ഹ്യൂമാനിറ്റീസിലും സോഷ്യൽ സയൻസസിലുമായി ഇൻഫോസിസ് കൊടുക്കുന്ന 84 ലക്ഷം രൂപയുടെ
വില വരുന്ന അവാർഡിന് ഞങ്ങളുടെ വിദ്യാർത്ഥി മഹ്മൂദ് ഹുദവി കൂരിയ അർഹനായതിൽ സന്തോഷിക്കുന്നു. എന്നാ ഇത് ഹാദിയ അപ്ലോഡ് ചെയ്തത് 2024. ശരിയത്ത് മാറ്റണമെന്ന് പറഞ്ഞത് 2019. അപ്പോഴോ കുഫ്റൊന്നും ഇപ്പൊ നമുക്ക് പ്രശ്നമല്ല, നമുക്ക് പൈസ കിട്ടണം. കൂടുതൽ വർത്താനം പറഞ്ഞ് നിങ്ങളെ ബേജാറാക്കുന്നില്ല, ഒന്നും വർത്താനം പറയണ്ടായില്ല. കാരണം ഇനി ആരെങ്കിലും ഒന്ന് ഇളകുകയാണെങ്കിലും ഒരു 18ാമത്തെ പമ്പരം തിരിയൽ ഏതായാലും ഒരിക്കൽ ആരും പഠിപ്പിക്കൂല, ബാക്കി അവിടെ വെക്കും. ഇനി ആരെങ്കിലും ഇളകുകയാണെങ്കിൽ വേറെ സാധനം ഉണ്ട്, എപ്പോൾ എടുക്കണില്ല. ഇതൊന്നല്ല തന്നെ കുഫ്രോട് കുഫ്രു. ഇവരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഹാർട്ട്ലി കൺഗ്രാറ്റ്സ്. 2024 ഡിസംബർ 21 ഹുദവി അക്കാദമിയായുടെ ഹാർട്ട്ലി കൺഗ്രാറ്റ്സ്, ഹൃദയത്തിൽ നിന്നുള്ള അനുമോദനങ്ങൾ. ആർക്ക്? മഹ്മൂദ് ഹുദവി കൂരിയക്ക്. കാരണം അദ്ദേഹത്തിന് 84 ലക്ഷം രൂപ വിലയുള്ള ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് യൂറോപ്പിൽ നിന്ന്. യൂറോപ്യന്മാർ വെറുതെ കൊടുക്കൂല. യൂറോപ്യന്മാർ കൊടുക്കണമെങ്കിൽ 84 ലക്ഷത്തിന്റെ അവാർഡ് കൊടുക്കണമെങ്കിൽ 168 ലക്ഷത്തിന്റെ ഇസ്ലാമിനെ പൊളിച്ചു കൊടുക്കണം. ഇവനതിന് പറ്റുന്നവർക്ക് മനസ്സിലായി. കഴിഞ്ഞില്ല, തങ്ങളെ ഇരുത്തിയിട്ട് നേരം വൈകിക്കാൻ പാടില്ലല്ലോ. ഈ കഴിഞ്ഞ ജനുവരി 9, 10 തീയതികളിൽ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വക്കം മൗലവി ഫൗണ്ടേഷന്റെ പരിപാടി നടന്നിട്ടുണ്ട്. പ്രധാന പ്രഭാഷകൻ മഹ്മൂദ് കൂരിയ. എന്താ അയാൾ പ്രസംഗിച്ചത്? കേരളത്തിൽ ഈ കാണുന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ വളർച്ചയുടെ മുഴുവനും ആധാരം വക്കം മൗലവിയാണ്. അദ്ദേഹത്തെ എതിർത്ത് ഉപദ്രവിക്കുകയാണ് ആര് ചെയ്തത്? യാഥാസ്ഥിതിക പണ്ഡിതന്മാർ ചെയ്തത്. ആരാ യാഥാസ്ഥിതിക പണ്ഡിതന്മാര്? ഇയാൾക്ക് ചോറ് കൊടുത്തോര്. ആരാ യാഥാസ്ഥിതന്മാര്? മമ്പർത്ത പെട്ടിയിൽ പൈസ ഇട്ടോര്. ഇന്നലെ മിഞ്ഞാണ് ഈ 2025 പ്രസംഗിച്ചിട്ടുണ്ട്. വക്കം മൗലവിയാണ് മഹാൻ. മുല്ലക്കോയ തങ്ങളൊന്നും ലിസ്റ്റിൽ തന്നെയല്ലേ? അവരുടെ ലിസ്റ്റിൽ ആരാ ഉള്ളത്? വക്കം മൗലവിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മഹാൻ. അദ്ദേഹത്തെ തന്റെ പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കുകയാണ് യാഥാസ്ഥിത പണ്ഡിതന്മാർ ചെയ്തത്. ഈ കൊല്ലം 2025 ഇക്കൊല്ലം ആരമുണ്ടിയത്? അപ്പൊ വളരെയാണ്, എല്ലാവർക്കും പൂതിയപ്പോ വളരാണ്, വളർന്നുകൊണ്ടേയിരിക്കുക. ഞങ്ങൾ വളരണില്ല, ഞങ്ങൾ ഈ കൂട്ടത്തിലില്ല എന്നാരും വിചാരിക്കണ്ട. ഈ എല്ലാവരും കണക്കാണ്, എല്ലാവരും. ഉദവിയെ മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ ആരും വിചാരിക്കണ്ട. സമാനമായ പ്രൊഡക്റ്റുകൾ പരിസരത്തൊക്കെ ഉണ്ട്. ഞാൻ പറയണില്ല, അങ്ങനെയുള്ളൂ. വേറെയും പറയണില്ല. ഇനി വേറെയും പ്രൊഡക്റ്റുകളുണ്ട്, ഞാൻ പറയണില്ല. ഒരു ഉദാഹരണം മാത്രം. ഞാൻ ബഹുമാനപ്പെട്ട ഉസ്താദുമാരോട് കാലുപിടിച്ചപേക്ഷിക്കാണ്, ഈ വിഷയത്തിൽ നാം പുനഃപരിശോധന നടത്തേണ്ടതുണ്ട്. ഈ നാടിനെ വീണ്ടും തിരുത്തിക്കൊണ്ടുവരാൻ സമയം അതിക്രമിച്ചിട്ടില്ല. കാരണം 90% സുന്നി മുസ്ലിങ്ങളും ഇപ്പോഴും നമ്മുടെ കൂടെണ്ട്. ഇവരെ പോലെ കുറച്ചാൾക്കേ വഴിതെറ്റിട്ടുള്ളൂ. ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് എളുപ്പമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കൈവിട്ടു പോകും. അതിൻ്റെ ഉത്തരവാദിത്തമാണ് ബഹുമാനപ്പെട്ട മഹാന്മാരായ ഉലമാക്കൾക്ക്, സാദാത്തുക്കൾക്കുള്ളത്. ബഹുമാനപ്പെട്ട ജഫ്രി മുക്തുക്കോയ തങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബുതങ്ങൾ, അവരുടെ കാൽച്ചുവട്ടിൽ എൻ്റെ ഈ അഭിപ്രായം ഞാൻ വെക്കുകയാണ്. ഞാൻ അവരുടെ ചെരുപ്പെടുക്കാൻ പോലും യോഗ്യനായ ഒരാളല്ല. ഞാൻ അത്രയും താണ ആളാണ്. പക്ഷേ രാവും പകലും പഠിക്കുക എന്നൊരു ഉത്തരവാദിത്വം പഠിച്ചോൻ എനിക്കതിന് തൗഫീഖാണ്. എനിക്കിപ്പോൾ ഇന്നലെ ഞാൻ ഉറങ്ങുന്നത് 2:30 മണിക്കാണ്. എന്നിട്ട് 4:30 എണീറ്റു. എന്നിട്ട് എനിക്ക് ക്ഷീണമില്ല. അപ്പം എൻ്റെ റബ്ബ് എന്നൊരു തൗഫീഖാണ്. ഇന്നലെ ഭക്ഷണം അങ്ങനെ കാര്യമായി കഴിച്ചിട്ടില്ല. ഒന്നും പ്രശ്നമില്ല, ഒന്നുമില്ല. ഈ തിരക്കുകൾക്കിടയിലാണ് നിറവ് എന്ന പുസ്തകം എഴുതിയത്. ഈ തിരക്കുകൾക്കിടയിലാണ് നിയോഗം എന്ന പുസ്തകം എഴുതിയത്. ഈ തിരക്കുകൾക്കിടയിലാണ് യൂപ്രട്ടീസിലെ സ്വർണ്ണമലകൾ എന്ന പുസ്തകം എഴുതിയത്. ഈ തിരക്കുകൾക്കിടയിലാണ് ഡാർവിൻ്റെ പ്രാർത്ഥന എന്ന പുസ്തകം എഴുതിയത്. ഇതാ അടുത്ത പുസ്തകം പണി തുടങ്ങി. ഇസ്ലാമിക ചരിത്രം മൊത്തം പല ചരിത്രത്തിലും പലരും പലതും പറയുന്നതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ചരിത്രം ഒന്ന് ഓർഡറിലാക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. പണി തുടങ്ങിക്കഴിഞ്ഞു. മെയ് മാസത്തോടുകൂടെ ഇസ്ലാമിക ചരിത്ര പുസ്തകം പുറത്തു വരും. ഇൻഷാ അല്ലാഹ്. റബ്ബ് എന്ന തൗഫീഖാണ്.
റബ്ബിന്റെ വലുപ്പത്തിൽ, എന്റെ വലുപ്പത്തിലല്ല ഇത്. ഇന്ന് എന്റെ കയ്യിൽ നിന്ന് ഒഴിവാക്കി എന്റെ റബ്ബിന് വേറൊരാൾക്ക് കൊടുക്കാം. ആർക്കും കൊടുക്കാം. പിന്നെ എൻ്റെ ബാപ്പ ദീനിനെതിരായ ഒരു കാര്യം പമ്മിങ്ങിരിക്കൂല. അടിയോട് അടിയാ. ഞാൻ പറഞ്ഞില്ലേ 2-4 അടിപ്പുറത്ത് നിന്നിട്ട് സിയാറത്തിന് എപ്പോഴും ബാപ്പ കബർന്ന് എണീറ്റ് തല്ലോന്ന് പേടിയാ. എനിക്ക് പേടി എൻ്റെ ബാപ്പാണ്. ഇപ്പോൾ ഈ ലോകത്ത് എനിക്ക് പേടിയുള്ള ഒറ്റ മനുഷ്യനാ. ആ മനുഷ്യൻ ഇപ്പൊ ഭൂമിന്റെ മുകളിൽ ഇല്ല. ഈ പ്രസംഗമൊക്കെ നിർത്തിയിരുന്ന ആ മനുഷ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും 4 ആൾ പോയിട്ട് നിർത്താൻ വേണ്ടി പറഞ്ഞാൽ മതി. ആ പറഞ്ഞ മനുഷ്യൻ പറഞ്ഞ പിന്നെ കൊണ്ടൂല. എന്തുകൊണ്ട്? ഞാൻ ആ മനുഷ്യനൊത്തനി കിടപ്പെട്ട ആളാ. എനിക്ക് ദീനും ദുനിയാവും ഒക്കെ ഉണ്ടാക്കുന്നത് എൻ്റെ ബാപ്പയാ. പക്ഷേ അല്ലാഹു തആല എന്ന അവസരമാണ് ഈ പറയണത്. ഇത് മനസ്സിലാക്കണം. നമ്മൾ ഇങ്ങനെ പോയാൽ നമ്മൾ ദശു. നമ്മളെ കുട്ടികളിപ്പോൾ വഹാബികളെ അപ്പുറത്താണ്. വഹാബികൾ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇസ്ലാമിക ശരീഅത്ത് പുരുഷ കേന്ദ്രീകൃതമാണ് എന്ന് ഏതെങ്കിലും വഹാബി പറഞ്ഞിട്ടുണ്ടോ? ചേകനൂര് പറഞ്ഞു. ഓനെ നമ്മൾ എന്ന് പുറത്താക്കി. ചേകനൂരല്ലേ പറഞ്ഞിട്ടുള്ളൂ. പറകുട്ടി വഹാബി പറഞ്ഞോ? ഇല്ല. അവര് മുഖ്തലഫിയായ മസൈലയാണ് നമ്മളവൻ പ്രശ്നം ഗൗരവം തന്നെയാണ്. ശരീഅത്തിനല്ലേ ഇസ്ലാമിക അഖീദയിൽ പലതും അവർ ശിർക്കാണ് പറഞ്ഞത്. തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ പുറത്തല്ലേ നിർത്തിയത്. അതേസമയം അവരും എന്ത് പറഞ്ഞിട്ടില്ല? ഇസ്ലാമിക ശരീഅത്ത്, ഇസ്ലാമും ശരീഅത്തും ഏകശിലാത്മകമായ ഒന്നല്ല എന്ന വാക്ക് ഇവിടെ വഹാബിയോ മൗദൂദിയോ പറഞ്ഞിട്ടില്ല. പറഞ്ഞു എന്നാ പറയണത്? 2019 നമുക്ക് ഇരുന്ന് പഠിക്കാൻ സമയം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പൊരയിൽ മാത്രം ഒതുങ്ങിയൊരു കാലം ഉണ്ടായല്ലോ എന്ന്. ഇപ്പൊ നമുക്ക് ബറുക്കാണെന്നറിയാം. ബറുക്കാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബറുക്കണോന്റെ കൈ നിന്ന് പോയാൽ കടലാടി പിടിച്ചു പോകും. നമ്മളിപ്പോ എല്ലാവരും ബറുക്കാണ്. SKSF-ന് ബറുക്കുക, SSF-ന് ബറുക്കുക, AP ഉസ്താദിന്റെ ആളുകൾ ബറുക്കുക, നമ്മൾ ഉസ്താദ്മാർ ബറുക്കുക, ഒക്കെ ബറുക്കാണ്. ബറുക്ക് തന്നെയാണ്. ബറുക്കിനിടയിൽ കൈ നിർത്താൻ നേരല്ല. പക്ഷെ നമ്മൾ ബറുക്കലൊന്നും ഇല്ലാത്തൊരു കാലാണ് ഏത്? കൊറോണന്റെ മുമ്പാണല്ലോ ഇത് പറഞ്ഞേ. പിന്നെന്തേ പഠിക്കാഞ്ഞു? അപ്പോൾ ദീൻ നഷ്ടപ്പെടുന്നവരോ ദീനിൽ കള്ളന്മാര് കയറിക്കൂടുന്നവരോ ഇപ്പോൾ നമുക്ക് വിഷയമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇന്തോനേഷ്യയിലെ ഈ പെണ്ണുങ്ങളെ കോലം ആ ആശിമുല്ല ആശാരി എന്ന നെഹ്ലത്തുൽ ഉലമ 1996 ഉണ്ടാക്കിയ മനുഷ്യനെ ഒരു മൊയ്തീൻ ഷേഖിനെ കിട്ടിയിട്ട് ഒന്ന് യാത്താക്കി നോക്കുക. എന്നിട്ട് മൂപ്പർക്ക് ഈ പോട്ടാണ് വെച്ചു കൊടുത്താൽ മതി. മനസ്സിലായില്ല? നെഹ്ലത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരുടെ അവസ്ഥ, ആ പണ്ഡിത സംഘടന അവസ്ഥ ഇതാണെന്ന് അത് ഉണ്ടാക്കിയ സുന്നി സൂഫിയായ ഹാഷിമുൽ അശ്അരി എന്ന ആളെ ഇന്ന് കാണിച്ചാൽ ആ നിമിഷം അയാൾ ബോധം കിട്ടും. ഇന്നത്തെ നമ്മുടെ ഈ പ്രസ്താവനകൾ ബാപ്പക്ക് തങ്ങൾ കണ്ടാൽ അപ്പൊ ബോധം കിട്ടും. പൂക്കോയപ്പാപ്പ കണ്ട അവിടെ ബോധം കിട്ടും. ശിയാബിടങ്ങൾ കണ്ടാൽ അവിടെ ബോധം കിട്ടും. എന്ത് ഈ ജാതി വർത്തമാനൊന്നും അവർ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ആരോടുമുള്ള കുറ്റല്ല ഈ പറയുന്നത്. പറയല്ലാതെ നിർവാഹമില്ല. 5 കൊല്ലം 6ാമത്തെ കൊല്ലായത്. നിങ്ങളാരും മിണ്ടിയില്ല. എന്നോ പുറത്താക്കേണ്ട സാധനങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ നിസാരപ്പെട്ട കൈയിന്റെ വിരലിന്റെ വിഷയത്തിൽ എപ്പോഴും തർക്കിക്കണത്. ഇത് കുഫ്റല്ലേ? ഇത് കുഫ്റല്ലെങ്കിൽ എന്താണ് കുഫ്ർ? എന്തിനാണ് നമ്മൾ ഈ മീസിനെ പുറത്താക്കിയത്? അതുകൊണ്ട് അധപ്പതനം മനസ്സിലാക്കുകയും നേരായ വഴിയെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുകയും ചെയ്യണം എന്ന് വളരെ താഴ്മയായി മഹാന്മാരായ ഉലമാക്കളോട് അപേക്ഷിച്ചുകൊണ്ട് വളരെ താഴ്മയായി എൻ്റെ പ്രഭാഷണം ആരെങ്കിലും, എൻ്റെ അർത്ഥം ദാറുൽ ഹുദ മോശമാണെന്നല്ല. ദാറുൽ ഹുദ നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, നമ്മുടെ ഒരു സ്ഥാപനമാണ്. ആ പണ്ഡിതന്മാർ നമ്മുടെ ഉലമായി, സമസ്തയുടെ ഉലമായി നേതൃത്വം നൽകുന്ന ഒരു പ്രസ്ഥാനമാണത്. അത് നിലനിൽക്കണം. അത് വലിയ സ്ഥാപനം തന്നെയാണ്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് അപഭ്രംശം പറ്റിപ്പോയാൽ, ഇങ്ങനെയുള്ള ആളുകൾ മുന്നിൽ നിന്നാൽ, ഇന്നത്തെ ഉസ്താദുമാർ നിൽക്കുമ്പോൾ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ നാളെ എന്താവും? നാളെ ഇവിടെ വഹാബി വേണ്ടി വരൂല. നാളെ ഇവിടെ ഒരു ചേകനൂര് വേണ്ടി വരൂല. എന്തുകൊണ്ട്? ചേകനൂരിനേക്കാൾ വലിയ വാഗ്വാദങ്ങളും വാദപ്രതിവാദവും താല്പര്യങ്ങളുമായി നമ്മൾ തന്നെ പുറത്തിറങ്ങിയാൽ പിന്നെന്തിനാ ചേകനൂര്? അതുകൊണ്ട് എൻ്റെ ഉസ്താദ്മാർക്ക് മുന്നിൽ
അതീവ വിനയത്തോടെ അതീവ താഴ്മയോടെ അവന്റെ കാലിനടിയോളം അതിനപ്പുറവും താഴ്ന്ന് ഒരിക്കലും ഒരു ഗവേഷണത്തിന്റെ പിന്നിൽ ഉസ്താദ്മാർ തെറ്റിദ്ധരിക്കരുത്, ഉസ്താദ്മാർ കുറ്റമായി മനസ്സിലാക്കരുത്. അവരുടെ മഹത്വം പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ എൻ്റെ മക്കളും ഞാനും അടങ്ങുന്ന നമ്മളെല്ലാം ഈ പ്രസ്ഥാനം ഇവിടെ നിലനിന്നാൽ മാത്രമേ അടുത്ത തലമുറക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഇനി നമുക്ക് 19-ാം നൂറ്റാണ്ടിലേക്ക് മടങ്ങാൻ കഴിയില്ല. കഴിയോ? ഇല്ല. അതായത് സംഘടന ഇല്ലാത്തൊരു കാലം ഇനി മുസ്ലിമീങ്ങൾക്ക് അതിലേക്ക് മടങ്ങാൻ കഴിയില്ല. ഒരു ത്വരീഖത്തോ ഒരു വ്യക്തിയോ ഒരിക്കലും ഇപ്പോൾ സമസ്ത ചെയ്യുന്ന സേവനത്തിന് പരിഹാരമല്ല, ഒരിക്കലും പരിഹാരമല്ല. ഒരു ഖാദിരികൾക്കോ ഒരു രക്ഷബന്ധികൾക്കോ ഒരു തിജാനികൾക്കോ ആർക്കും സമസ്ത ചെയ്യുന്ന സേവനത്തിന് പരിഹാരം ചെയ്യാൻ കഴിയില്ല. പക്ഷേ സമസ്ത അതിൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് തിരിച്ചു പോകണം എന്ന് വളരെ താഴ്മയായി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഇത്രയും പുറത്തു വന്നൊരു വിഷയമായതുകൊണ്ട് പുറത്തു പറയുകയല്ലാതെ നിർവാഹമില്ല. 1, 2 ഒറ്റ ഉസ്താദ്മാരോടെല്ലാം ഇതിനകം ഈ കാര്യം ഞാൻ ഉണർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയാ എന്നോട് ഒറ്റക്ക് പറഞ്ഞിട്ട് കാര്യല്ല കുട്ടി എന്നാണ്, അതുകൊണ്ടാണ് പുറത്ത് പറയാൻ. പിന്നെ ഇതിൽ ഒന്നുമില്ല. ഇത് നമ്മൾ തള്ളക്കോഴി കുട്ടിയെ ചവിട്ടിയതുപോലെ കുട്ടി തള്ളയുടെ കാലുമ്മ കയറിയതുപോലെ എന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരു ചെറിയ വേദന തള്ളക്കുണ്ടാവും, എന്നാലും സഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. തള്ളക്കോഴിയുടെ കാലിൽ കുട്ടി കയറിയാൽ തള്ളക്ക് വേദന ഉണ്ടാവില്ലേ? വേദന ഉണ്ടാവും, എന്നാലും സ്നേഹം കൊണ്ട് അതൊക്കെ സഹിക്കാവുന്നതേ ഉള്ളൂ എന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് തങ്ങൾ വന്നിട്ട് ഇവിടെ ഇനിയും മിനിറ്റുകളായി ഇനിയും തങ്ങളെ ഇരുത്താൻ പാടില്ല. അപ്പം ഈ പരിപാടിക്ക് വേണ്ടി വളരെ താല്പര്യപൂർവ്വം വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട തങ്ങളോടുള്ള നന്ദി കടപ്പാട് സാന്ദർഭികമായി ഇവിടെ അറിയിക്കുന്നു. അള്ളാഹു നാഫിയായ ഇൽമ കൊണ്ട് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇതുവരെ കേട്ടവും പറഞ്ഞോ എല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹാക്കി ബഹുമാനപ്പെട്ട സമസ്ത ഏതൊരടിസ്ഥാനത്തിലാണോ നിലവിൽ വന്നത് ആ അടിസ്ഥാനത്തിലേക്ക് തിരിച്ചു പോകാനും ഇസ്ലാമിക ശരീഅത്തും വഹാബിസത്തിനെതിരെയുള്ള സന്ധിയില്ലാത്ത സമരവും തുടർന്ന് എല്ലാം അതേസമയം സമുദായത്തിലെ ആളുകൾ എന്ന നിലയിൽ അവരെ കണ്ടും എന്നാൽ അവരുടെ വിശ്വാസങ്ങളും രീതികളും നമുക്കെതിരാണെന്ന് കൃത്യമായും മനസ്സിലാക്കിയും എന്നാൽ ഇത്തരം വാദഗതിയിൽ നിന്ന് പൂർണ്ണമായി കുട്ടികളെ ഉപദേശിച്ച് മാറ്റിയും മഹാന്മാരായ വലക്കയത്തങ്ങളുടെയും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെയും അടിസ്ഥാനമായ ആ സത്യദീനിലേക്ക് തിരിച്ചു പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വേദി തങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.